ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമുകളിലും അതുപോലെ SSC എക്സാമുകളിലൊക്കെ ചോദിക്കുന്ന ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന ഭാഗത്തെ 9ാമത്തെ ചാപ്റ്ററാണ് ഓപ്പൺ ഡൈസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഡൈസിനെ കുറിച്ച് പഠിച്ചു. ആ ഡൈസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചോദിക്കുന്ന ഒരു വിഭാഗമാണ് ഓപ്പൺ ഡൈസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായി ചോദിക്കാറ്. അതുപോലെ എങ്ങനെ നമുക്ക് ട്രിക്സിലൂടെ അത് വളരെ പെട്ടെന്ന് കണ്ടെത്താം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ റംഷാദ് വോയ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷനും ആക്റ്റീവ് ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എല്ലാ ദിവസവും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. മൈ നെയിം ഈസ് റംഷാദ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്യൂട്ടോറിയൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഡൈസ് ആയിരുന്നു. ഡൈസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർട്ടാണ് ഓപ്പൺ ഡൈസ്. ഡൈസിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്താൽ എങ്ങനെയായിരിക്കും? ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം 6 മുഖങ്ങൾ, 6 ഫേസ് ആണ് നമ്മുടെ ഡൈസിന് എന്ന് പറഞ്ഞു. ആ ഡൈസിൻ്റെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഏത് രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം? ഇവിടെ നമുക്കൊരു പിക്ചർ കാണാം. ഈ രീതിയിൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി നമ്മോട് ചോദിക്കുകയാണ്, ഈ കെയുടെ ഓപ്പോസിറ്റ് ഏതാണ്? കെ എന്ന് പറയുന്ന ഒരു സംഖ്യ നിങ്ങൾക്ക് ഇവിടെ കാണാം. കെയുടെ ഓപ്പോസിറ്റ് ഏത്? അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിയും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ഓപ്പൺ ഡൈസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കുക, ഒന്നാമത്തെ ബോക്സ് ഇത് നോക്കാം. ഒന്നാമത്തെ ബോക്സിന്റെ ഫസ്റ്റ് ബോക്സിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 3ാമത്തെ ബോക്സ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ ബോക്സിന്റെ ഓപ്പോസിറ്റ് 3ാമത്തെ ബോക്സ്, 2ാമത്തെ ബോക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 4ാമത്തെ ബോക്സ് ആയിരിക്കും. മനസ്സിലാക്കുക, 1ാമത്തെ ബോക്സ് ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും 3ാമത്തെ ബോക്സ്. 2ാമത്തെ ബോക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും 4ാമത്തെ ബോക്സ്. അപ്പൊ നമുക്ക് കെയുടെ ഓപ്പോസിറ്റ് 1ാമത്തെ ബോക്സ് ആണ് കെ എന്ന് പറയുന്നത്. കെയുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 3ാമത്തെ ബോക്സ്. അത് എത്രയാണ്? എ ആണ്. കെയുടെ നേരെ ഓപ്പോസിറ്റ് എ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എ ആണ്. അതുപോലെ തന്നെ നമ്മോട് ചോദിക്കുകയാണ്, ഇനി ഇയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ഇപ്പൊ നമുക്കറിയാം കെയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എ ആണെന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ സിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞത് ഡി ആണെന്ന് കിട്ടി. അപ്പൊ ഇയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നേരെ എന്തായിരിക്കും? ബി, 3ാമത്തെ ബോക്സ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ഭാഗത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 1ാമത്തെ ബോക്സിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 3ാമത്തെ ബോക്സ് ആയിരിക്കും. അതുപോലെ തന്നെ 2ാമത്തെ ബോക്സിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 4ാമത്തെ ബോക്സ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് കൂടിയും ഈ ഭാഗത്ത് നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു ഭാഗത്തെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിലെ കൂടുതൽ ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഓപ്പൺ ഡൈസ് തന്നിട്ടുണ്ട്. ഈ ഓപ്പൺ ഡൈസിൽ ഓപ്പോസിറ്റ് ഓഫ് 3യുടെ ഓപ്പോസിറ്റ് ചോദിച്ചിട്ടുള്ളത്. 3 എന്ന് പറയുന്ന നമ്പറിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ ജസ്റ്റ് നോക്കുക. വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ശ്രമിച്ചു നോക്കുക. ശ്രമിച്ചതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം ഇവിടെ നോക്കുക. കുറച്ച് സമയം, ഒരു 2 സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം ഇവിടെ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുക. ഏതാണ് മെത്തേഡ്? ഫസ്റ്റ് ബോക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 3rd ബോക്സ്, സെക്കൻഡ് ബോക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 4th ബോക്സ്. ഫസ്റ്റ് ബോക്സ് ഇവിടെ 6ാമത്തെ ബോക്സിന് ഫസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ 6 ആണ്. 6ന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 5ാമത്തെ ബോക്സ് ആണ്. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ബോക്സിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 3ാമത്തെ ബോക്സ് ആയിരിക്കും. ഇനി സെക്കൻഡ് ബോക്സിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4ാമത്തെ ബോക്സ് ആണെന്ന് പറഞ്ഞു. നമുക്ക് കാണേണ്ടത് ഇനി എന്താണ്? ഇവിടെ 6ന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 5 കിട്ടി. 2ന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ 4 കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് ബാക്കി 2 സംഖ്യകൾ. ബാക്കി വരുന്നത് ഏതാണോ അതായിരിക്കും അതിന്റെ ആൻസർ. അപ്പൊ 3ന്റെ ഓപ്പോസിറ്റ് നമുക്ക് 1. 3 = 1. 3ന്റെ ഓപ്പോസിറ്റ് നമുക്ക് കിട്ടി 1 ആണെന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. 1ന്റെ ഓപ്പോസിറ്റ് 3, 2ന്റെ ഓപ്പോസിറ്റ് 4. ജസ്റ്റ് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ഇനി നിങ്ങൾ പോസ് ചെയ്യുക, ജസ്റ്റ് നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ നോക്കുക, എന്നിട്ട് ആൻസർ നോക്കുക.
അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് ബോക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? ഇവിടെ ഫസ്റ്റ് ബോക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞത് മൂന്നാമത്തെ ബോക്സാണ്. നമ്മുടെ ഓപ്പോസിറ്റ് ഓഫ് ജിയുടെ ഓപ്പോസിറ്റ് എത്രയാണ്? ജി എന്ന് പറയുന്ന ലെറ്ററിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇവിടെ കഴിഞ്ഞില്ലേ, ഇനി അടുത്ത കോളം നോക്കുക, പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് ഒഴിവാക്കുക. ഈ ഫസ്റ്റ് നമുക്ക് കിട്ടി. ഇവിടെ മിച്ചം വന്നത് ഇ ഉണ്ട്, അതവിടെ നിന്നോട്ടെ. രണ്ടാമത്തെ ഇവിടെ ഒരു ഫസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഒ ആണ്. ഒയുടെ നേരെ ഓപ്പോസിറ്റ് പി. ഇനി നമുക്ക് നോക്കാം ജിയുടെ ഓപ്പോസിറ്റ്. അപ്പോൾ ഏതായിരിക്കും? ജിയുടെ ഓപ്പോസിറ്റ് ഇ. അപ്പോൾ ഇ ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ഇ എന്നാണ് അവൻ്റെ ആൻസർ. ഇനി വളരെ വ്യത്യസ്തമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പം നോക്കാം, ഒരു ക്വസ്റ്റ്യൻ കൂടിയും ഇതിൽ നിന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്പോസിറ്റ് ഓഫ് 3, 3ന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? 3ന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? ഇവിടെ ഫസ്റ്റ് ബോക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 4 ഫസ്റ്റ് ബോക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞത്. എങ്ങനെയാണ്? ഫസ്റ്റ് ബോക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് ബോക്സ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തേൽ വരിക. രണ്ടാമത്തേൽ 5ന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ 3 എന്ന് പറയുന്നത് ഇവിടെ 3ന്റെ ഓപ്പോസിറ്റ് ഏതാ വരിക? 5. 3 = 5 ആണ് ഇവിടുത്തെ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ചെറുതായിട്ടൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഭാഗത്തെ നോക്കാം. എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് കാണാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൽ ഏതാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ ഓപ്പൺ ഡൈസ് നമ്മൾ ശരിക്കും ഏത് താഴെ വരുന്ന ഏത് ഓപ്പൺ ഡൈസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാരണം ഇവിടെ തന്നിരിക്കുന്ന ഏത് ഡൈസാണ് താഴെ തന്നിരിക്കുന്ന ഡൈസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്പൺ ഡൈസ് ഇവർ താഴെ തന്നിരിക്കുന്ന ഒരു ഓപ്പൺ ഡൈസാണ്. മുകളിൽ നമ്മൾ ഓപ്പൺ ആയി തന്നിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഡൈസാണ്. മുകളിൽ ഓപ്പൺ ഡൈസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏതാണത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞ ആ മെത്തേഡ് തന്നെ നോക്കുക. ആ മെത്തേഡ് എങ്ങനെ നോക്കുക? ഫസ്റ്റ് ബോക്സ് = തേർഡ് ബോക്സ്, സെക്കൻഡ് ബോക്സ് = ഫോർത്ത് ബോക്സ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് 6ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക, ഒരിക്കലും ഓപ്പോസിറ്റുള്ള ബോക്സുകൾ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇപ്പോൾ 6ന്റെ ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും 4 കാണില്ല. 6 ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ 4 കാണില്ല. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ആൻസർ കണ്ടെത്താം. 6ഉം 4ഉം ഫേസ് ആയിട്ട് കാണുന്ന ഏതെങ്കിലും ഡൈസ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, 6ഉം 4ഉം കാണുന്ന ഒരു ബോക്സ് ഉണ്ട്, 6ഉം 4ഉം. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം. ഇനി 6ഉം 4ഉം ഏതുണ്ടോ നോക്കാം, വേറെ ഇല്ല. ഇനി നമുക്ക് നോക്കാം 1ന്റെ ഓപ്പോസിറ്റ്. നെക്സ്റ്റ് 1ന്റെ ഓപ്പോസിറ്റ് 5, അത് വരുന്ന വല്ല ഇതുണ്ടോ നോക്കാം. 1ഉം 5ഉം ഫേസ് ആയിട്ട് വരുന്നത് വല്ലതുണ്ടോ നോക്കാം. അതിനുശേഷം 3ഉം 2ഉം ഓപ്പോസിറ്റ്, 3ഉം 2ഉം കാണുന്ന ഏതെങ്കിലും ഡൈസ് ഉണ്ടോ നോക്കാം. 3ഉം 2ഉം കാണുന്ന ഇവിടെ ഒരു ഡൈസ് ഉണ്ട്, അത് നമുക്ക് ഒഴിവാക്കാം. കാരണം നമ്മൾ പറഞ്ഞു ഒരു ഡൈസും ഒരിക്കലും ഒരേ എന്താ പറയുക ഓപ്പോസിറ്റ് വരുന്ന കാര്യങ്ങൾ ഒരിക്കലും ഫേസ് ആയി കാണിക്കില്ല. ഇവിടെയും 2, 3 വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? സി ആണ്. 2, 4, 5 എന്ന് പറയുന്ന ഡൈസ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആയിട്ടുള്ള 2, 4, 5 എന്ന് പറയുന്ന ആൻസർ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതേപോലെ തന്നെ നമ്മൾ നോക്കുക, സെയിം മെത്തേഡ് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? 6, 2, 4, 5, 1, 3 ഈ തന്നിരിക്കുന്നവയിൽ താഴെ ഏത് ഡൈസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നോക്കുക, നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ജസ്റ്റ് ശ്രമിച്ചു നോക്കുക, അതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമ്മൾ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുക. ഫസ്റ്റ് = തേർഡ്, സെക്കൻഡ് = ഫോർത്ത്. ദെൻ എന്താണ് പറഞ്ഞത്? ഒരേ വ്യത്യസ്തമായിട്ട് ഓപ്പോസിറ്റ് വരുന്ന കാര്യങ്ങൾ ഒരിക്കലും ഫേസ് ആയിട്ട് വരികയില്ല എന്ന് നോക്കുക. അത് നോക്കുക. ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 6ന്റെ ഓപ്പോസിറ്റ് 4 ആയിരിക്കും. പിന്നെ വരുന്നത് 5ന്റെ ഓപ്പോസിറ്റ് 3, 2ന്റെ ഓപ്പോസിറ്റ് 1. ഇനി ഇവ വരുന്നുണ്ടോ നോക്കുക. നമുക്ക് നോക്കാം ഏതെങ്കിലും വരുന്നുണ്ടോ. 6ഉം 4ഉം ഫേസ് ആയിട്ട് വരുന്ന വല്ലതും ഉണ്ടോ നോക്കാം. 6ഉം 4ഉം ഫേസ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഉണ്ടോ? 6, 4 ഇവിടെ വരുന്നുണ്ട്. അതെന്താണ്? അത് നമുക്ക് ഒഴിവാക്കാം. പിന്നെ വരുന്നത് 5ഉം 3ഉം വരുന്നത് ഏതെങ്കിലും ഉണ്ടോ നോക്കാം. 5ഉം 3ഉം ഇവിടെ വരുന്നുണ്ട്, അതും ഒഴിവാക്കാം. പിന്നെ 2ഉം 1ഉം, 5ഉം 3ഉം വേറെ ഉണ്ടോ? 2ഉം 1ഉം വരുന്ന വേറെ ഏതെങ്കിലും നോക്കുക, അതും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നതാണ് ഇവിടെ വരുന്നത് 2, 3, 4 എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്പൺ ഡൈസിൽ
ഏതാണ് താഴെ വരുന്ന ഡൈസുകളിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുക? നമുക്ക് നോക്കാം. ഇവിടെ വരുന്ന ആൻസർ എങ്ങനെയാണ്? 1:4, 3:2, 6:5. ഫസ്റ്റ് പറഞ്ഞ ആ ഒരു മെത്തേഡിൽ നമ്മൾ എടുക്കാം. 1-ൻ്റെത് 4, അതുപോലെ 3-ൻ്റെത് 2, 6-ൻ്റെത് 5. ഇനി നമുക്ക് നോക്കാം ഏതെങ്കിലും ബന്ധപ്പെടുത്തി ഏതെങ്കിലും ഇത് വരുന്നുണ്ടോ, ഫേസ് ആയിട്ട് വരുന്നുണ്ടോ? 6ഉം 5ഉം നമുക്ക് നോക്കാം. 6ഉം 5ഉം വരുന്നുണ്ടോ നോക്കാം. യെസ്, ഇവിടെ 6ഉം 5ഉം വരുന്നുണ്ട്. അപ്പൊ നമുക്കത് ഒഴിവാക്കാം. പിന്നെ വരുന്നത് 3ഉം 2ഉം വരുന്നുണ്ട് നോക്കുക. 3ഉം 2ഉം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഇവിടെയും 3ഉം 2ഉം വരുന്നുണ്ട്. നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ വളരെ നിങ്ങൾക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുന്ന ട്രിക്കുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇനി ഈ ഒരു തന്നിരിക്കുന്ന ഡൈസിൻ്റെ ഓപ്പൺ ഡൈസിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കണം, ഓപ്പൺ ഡൈസിൽ ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡാണ് എന്ത്? 1st to 3rd, 2nd to 4th ഒന്ന് മെത്തേഡ്. രണ്ടാമത്തെ രണ്ട് ഫേസ്, രണ്ട് ഓപ്പോസിറ്റ് വരുന്ന ഫേസുകൾ ഒരുമിച്ച് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. ആ ഒരുമിച്ച് വരുന്നത് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഇവിടെ തന്നിരിക്കുന്ന 3, 6, 2, 5, 4, 1 എന്ന് പറഞ്ഞ ഓപ്പൺ ഡൈസിൽ താഴെ ഏത് ഡൈസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഇവിടെ നമുക്ക് ഓപ്ഷൻ എഴുതി കൊടുക്കാം. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ദിവസവും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കൂടുതൽ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.